വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, പുണ്യ നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പവിത്രമായ മാസത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റു നിന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന്റെ ഉസ്താദായി, മാതാപിതാവായി, ദൈവിക ദൂതനായി മാത്രമല്ല സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, കാരുണ്യത്തിന്റെ മഹാസാഗരം കൂടിയായിരുന്നു. കുട്ടികളോടുള്ള സ്നേഹം. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പുത്രന്മാരായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ കൂട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിന്റെ കുട്ടികളെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു ലാ യർഹമു മൻ ലാ യർഹമു നാസ്. ജനങ്ങളെ കരുണയോടെ കാണാത്തവരെ അല്ലാഹു കരുണയോടെ കാണില്ല. മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും കാരുണ്യം ചെയ്യുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിനെ ഭക്ഷണം കൊടുക്കാതെ കൊല്ലുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൾ നരകത്തിൽ പോകും. അങ്ങനെ ഒരാൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു നായ്ക്ക് കൊടുക്കുകയും ആ കാരണത്താൽ അല്ലാഹു അവന് മാപ്പ് കൊടുക്കുകയും ചെയ്തു. ഇത് പ്രവാചകന്റെ ദർശനമാണ്. ഒരു ജീവിയെ പോലും തല്ലരുത്, ഏത് മൃഗത്തെയും കരുണയോടെ കാണുക. ത്വായിഫിലെ ആക്രമണത്തിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചവർ, റസൂലിനെ മുറിവേൽപ്പിച്ചവർ അവർക്ക് പോലും ദുആ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ പ്രവാചകന്റെ അവസാന സന്ദേശം. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ മാത്രമല്ല കാരുണ്യമാണ്. മുത്തുനബിയുടെ ജീവിതം മാതൃകയായി കണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.